സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ നൗകയുമായി നാഥ വന്നിടണേ, ഒരു കര നീ എത്തിച്ചിടണമേ. യേശുവേ 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 യേശുവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹനാഥനായ ഈശോയെ, ഈ തിരുമണിക്കൂറിൽ നിന്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവേ നിന്റെ മുമ്പിലായിരിക്കുവാൻ നീ ഞങ്ങളെ ഒരുക്കി. ഈ നിമിഷം നീ ഞങ്ങളുടെ മേൽ കരുണ ചൊരിയുന്ന സമയമാണെന്നുള്ള പൂർണ്ണബോധ്യത്തോടെ, കൃപയുടെ സമയമാണ്, മനുഷ്യവംശത്തിൻ്റെ മേൽ കൃപ ചൊരിഞ്ഞ സമയം. ആ ഒരു വലിയ ബോധ്യത്തോടെ കർത്താവേ നിന്റെ കാരുണ്യത്തിൽ ഞങ്ങൾ ആശ്രയം വയ്ക്കുന്നു. 100-ാം സങ്കീർത്തനം 5-ാം തിരുവചനം പറയുന്നത് പോലെ കർത്താവ് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്, അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കും. കർത്താവ് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്, അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കും. നല്ലവനായ ദൈവമേ, മനുഷ്യവംശത്തോട് ഇത്രമാത്രം സ്നേഹം കാണിക്കാൻ അങ്ങ് തിരുവുള്ളമായി. ആ സ്നേഹത്തെ ഓർത്തുകൊണ്ട് കാൽവരിയിലെ മരണത്തിലൂടെ ഞങ്ങൾക്ക് വേണ്ടി നേടിത്തന്ന വലിയ രക്ഷ അനുസ്മരിച്ചുകൊണ്ട് അതിൻ്റെ യോഗ്യതയാൽ അങ്ങയുടെ കരുണയിൽ പൂർണ്ണമായി ആശ്രയം വെച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് മിശിഹായുടെ ശരീരത്തിൽ നിന്നും ധാരധാരയായി ഒഴുകിയിറങ്ങിയ ഓരോ രക്തത്തുള്ളികളും നമ്മുടെ മേൽ ചൊരിഞ്ഞ വലിയ ദൈവത്തിൻ്റെ കരുണയാണ്. ആഴമായ ബോധ്യത്തോടെ, ആഴമായ വിശ്വാസത്തോടെ കർത്താവിൻ്റെ ആ ഒരു വലിയ കാരുണ്യത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ധ്യാനിക്കുവാനായി നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഒരു റെഫറൻസ് എന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥമാണ്, ദൈവത്തിൻ്റെ വചനം. തിരുവചനത്തിലുടനീളം തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ ആ ഒരു വലിയ കരുണ വെളിപ്പെട്ടതാണ്. ആ ഒരു വലിയ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവിൻ്റെ കരുണയെക്കുറിച്ച് നമ്മളിന്ന് ധ്യാനിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ടും ധ്യാനിക്കുന്നത് ജോവേൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായമാണ് പ്രധാനമായിട്ടും ധ്യാന വിഷയമാക്കുക. ജോവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ കർത്താവിൻ്റെ ദിനം ആഗതമാകുന്നതിനെ കുറിച്ചാണ് തുടക്കത്തിൽ പറയുക. പ്രധാനമായിട്ടും അവിടെ 4 ഭാഗങ്ങളാണ് പ്രധാനമായിട്ടുമുള്ളത്. ഒന്ന്, കർത്താവിൻ്റെ ദിനമാഗതമാകുമ്പോൾ എപ്രകാരമുള്ള ഒരു മനോഭാവത്തോടെ അതിനെ എതിരേൽക്കണമെന്നുള്ള കാര്യമാണ് ആദ്യം പറഞ്ഞു വയ്ക്കുക. കർത്താവിൻ്റെ ദിനമാഗതമാകുമ്പോൾ പാപത്തിൻ്റെ അവസ്ഥയിലും പാപാവസ്ഥയിലും പാപത്തിൻ്റെ വലിയ ബന്ധനത്തിലുമൊക്കെ ആയിരിക്കുന്നവർ ഒത്തിരിയേറെ ഭയപ്പെടും. വളരെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ദിവസമായിരിക്കും. അപ്പോൾ അതിനെ സ്വീകരിക്കാനും അതിനെ അഭിമുഖീകരിക്കുവാനും പാപത്തിലായിരിക്കുമ്പോൾ നമ്മൾ ഒത്തിരി ഭയപ്പെട്ടു പോകും. അതുകൊണ്ട് അതിനേക്കാളും ഉപരിയായിട്ട് ഈ ഒരു ദിനത്തെ അഭിമുഖീകരിക്കുവാനായി നമ്മുടെ ജീവിതത്തെ എപ്രകാരം ഒരുക്കണം എന്നുള്ള കാര്യമാണ് വീണ്ടും തുടർന്ന് ആ വചനഭാഗത്ത് നമ്മൾ കാണുക. 2-ാം അധ്യായം
12 മുതലുള്ള തിരുവചന ഭാഗത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യമാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരുവൻ. നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്. നിങ്ങളുടെ ദൈവമായ കർത്താവിലേക്ക് മടങ്ങുവിൻ. എന്നാൽ അവിടുന്ന് ഉദാരമതിയും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. പ്രിയപ്പെട്ടവരെ, ഇത്രമാത്രം ദൈവത്തിൻ്റെ സ്നേഹത്തെയും കാരുണ്യത്തെയും പറഞ്ഞുകൊണ്ടാണ് ജോയൽ പ്രവാചകൻ ഓരോ കാര്യങ്ങളും തൻ്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു വയ്ക്കുക. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ ഒരു വചനഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കുവാനും വീണ്ടും യഥാർത്ഥ അനുതാപത്തോടെ, യഥാർത്ഥ പ്രായശ്ചിത്തത്തോടെ അല്ലെങ്കിൽ പശ്ചാത്താപത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരാനായിട്ട് നമുക്ക് സാധിക്കണം. ഇവിടെ പറയുന്നത്, നമ്മൾ തിരിച്ചു ചെല്ലാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മളെ സ്വീകരിക്കാൻ തയ്യാറായ ഒരു ദൈവമുണ്ട്. അവൻ കാരുണ്യവാനാണ്, സ്നേഹസമ്പന്നനാണ്, ഉദാരമതിയാണ്, ശിക്ഷ പിൻവലിക്കാൻ സദാ സന്നദ്ധനുമാണ്. അവിടുന്ന് അത്രമാത്രം വലിയ കരുണയോടെ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പക്കലേക്കാണ് മടങ്ങി വരാനായിട്ട് ദൈവം ആഹ്വാനം ചെയ്യുന്നത്. നമ്മളെ തിരിച്ചു വരുമ്പോൾ നമ്മളെ ശിക്ഷിക്കാൻ നോക്കി നിൽക്കുന്ന ഒരു ദൈവമല്ല, മറിച്ച് രക്ഷിക്കാൻ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ദൈവം. ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വടികൂടാതെ നമ്മൾ തിരിച്ചു വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് അനുഭവിക്കുന്ന ഒരു വലിയ കൃപയാണ് ദൈവത്തിൻ്റെ കാരുണ്യം. അനുതാപത്തോടെ പശ്ചാത്താപത്തോടെ കർത്താവിനെ സമീപിക്കുമ്പോൾ കർത്താവിൻ്റെ കാരുണ്യം തൻ്റെ ജനത്തിന് സംലഭ്യമാകുമെന്നുള്ളതാണ് തുടർന്ന് വരുന്ന ഭാഗത്ത് നമ്മൾ പ്രധാനമായിട്ടും കാണുക. അപ്പോൾ കർത്താവ് തൻ്റെ ദേശത്തെ പ്രതി അസഹിഷ്ണുവാവുകയും തൻ്റെ ജനത്തോട് കാരുണ്യം കാണിക്കുകയും ചെയ്തു. പശ്ചാത്തപിച്ച് കർത്താവിലേക്ക് പിന്തിരിയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ദൈവം തൻ്റെ ശിക്ഷയെ പിൻവലിച്ചിട്ട് അവരോട് ചേർന്ന് അവരോട് കാരുണ്യം കാണിച്ചു എന്നാണ് വീണ്ടും വചനം പറയുക. വീണ്ടും നമ്മൾ തുടർന്ന വചനഭാഗം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ കാരുണ്യം എപ്രകാരമാണ് അവർക്ക് അനുഭവപ്പെട്ടത്. കാരണം അത് സമൃദ്ധിയായിരുന്നു. അവർ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്തായിട്ടുള്ള ഒരു വലിയ സമൃദ്ധി, ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും ഒക്കെ ഒരു സമൃദ്ധി അവരുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ടു. അവർക്ക് ഭയപ്പാട് അല്ലെങ്കിൽ ഭയമില്ലാതെ ജീവിത സാഹചര്യങ്ങളെ നേരിടാൻ സാധിച്ചു. അല്ലെങ്കിൽ അവരുടെ ശിക്ഷ പേടിച്ചായിരുന്നു. ദൈവത്തിൻ്റെ കാരുണ്യം അവരുടെ മേൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭയമില്ലാതെ ദൈവത്തോട് ചേർന്നിരിക്കാനായിട്ട് സാധിച്ചു. അതിനവരെ സഹായിച്ചത് അനുതാപവും പശ്ചാത്താപത്തോടെയുള്ള തിരിച്ചുവരവാണ്. ദൈവത്തിലേക്ക് തിരിച്ചു വന്നു. വീണ്ടും നമ്മൾ കാണുന്നത് കരുണയുടെ ഒരു വലിയ മറ്റൊരു ആവിഷ്കാരം നമ്മൾ കാണുക, ആത്മാവിനെ വർഷിക്കുന്ന ദൈവം. ആത്മാവിനെ വർഷിക്കുന്ന ദൈവം. ദൈവത്തിൻ്റെ കരുണ കൂടുതൽ മനുഷ്യവംശം അനുഭവിക്കുവാനായ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്ന ഒരു വചനഭാഗം കൂടിയാണ് നമ്മൾ 2-ാമത്തെ അധ്യായത്തിൽ കാണുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഒരു വചനഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സംലഭ്യമാകുവാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മുടെ ജീവിതങ്ങളെ പരിശോധിച്ച് മാനസാന്തരപ്പെടുത്തേണ്ടതായിട്ടും പരിവർത്തനം ആവശ്യമായ മേഖലകളെയെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് യഥാർത്ഥ അനുതാപത്തോടെ പശ്ചാത്താപത്തോടെ കർത്താവിൻ്റെ കാരുണ്യത്തിൽ ആശ്രയം വെച്ച് തിരിച്ചു വരിക. നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷത്തിൽ ഒരു തിരിച്ച് വരവ് നടത്തുന്ന ഒരു വ്യക്തിയെ നമ്മൾ കാണാൻ സാധിക്കും. വേറെ ആരുമല്ല, ധൂർത്തപുത്രൻ തന്നെയാണ്. ധൂർത്തപുത്രൻ്റെ ഉപമയിലും ദൈവത്തിൻ്റെ അപ്പൻ്റെ ആ ഒരു സ്നേഹം മനസ്സിലാക്കി തിരിച്ചു വരുന്ന ആ മകനെ സ്വീകരിക്കുന്ന അപ്പൻ എന്തുമാത്രം സ്നേഹത്തോടെ, എന്തുമാത്രം ആ കരുണയോടെ, കരുതലോടെയാണ് അവനെ ചേർത്ത് പിടിക്കുന്നത്. അവന് സംസാരിക്കുവാനായിട്ട് ഒരവസരം പോലും കൊടുക്കാതെ അവൻ്റെ കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട്, അവനെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുവാനായിട്ട് സന്തോഷത്തിൻ്റെ ഒരു വലിയ അതിപ്രസരം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അത്രമാത്രം പിതാവ് സന്തോഷിക്കുന്നു എന്നുള്ളതാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അനുതാപത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അണയാനും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വലിയ കരുണ നമ്മുടെ ജീവിതത്തിൽ ലഭ്യമാകാനും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഒരിക്കൽ കൂടി സമർപ്പിക്കാം. അത്രമാത്രം
കാരുണ്യം നമ്മോട് ചൊരിയുന്ന നല്ലവനായ ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മളായിരിക്കുക. നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും വ്യക്തിപരമായ പ്രാർത്ഥനകളും എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഓരോ സാഹചര്യങ്ങൾ, ആത്മീയ ജീവിതത്തിൽ നമ്മൾ അനുഭവപ്പെടുന്ന വലിയ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, മന്ദത എല്ലാം ദൈവത്തിൻ്റെ വലിയ കരുണയുടെ കീഴിൽ സമർപ്പിക്കും. കർത്താവേ, നീ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങൾ എന്തായിരിക്കുന്നു അതോ നിന്റെ കൃപയാലാണ്. നിന്റെ വലിയ ദയയാണ് ഞങ്ങളുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്നത്. ആ ഒരു വലിയ ബോധ്യത്തോടെ ഞങ്ങൾ പൂർണ്ണമായി അങ്ങിൽ ആശ്രയം വയ്ക്കുന്നു. കർത്താവേ, ഈ ആലയത്തെയും ഈ ആലയത്തിലെ എല്ലാ ശുശ്രൂഷകളെയും ഒരിക്കൽ കൂടി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ധാരാളമായി ചൊരിയുന്ന കരുണയുടെ ഒരു ഭവനമായി ഈ ആലയം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ കൃപയുടെ സമയത്ത് കർത്താവേ, ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രത്യേക നിയോഗങ്ങൾ സമർപ്പിക്കുന്നു. അവരുടെ ജീവിതത്തിലേക്ക്, അവരുടെ നിയോഗങ്ങളിലേക്ക് കർത്താവ് നിന്റെ കരുണ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടുമുള്ള സകലരെയും കർത്താവെ അങ്ങയുടെ കാരുണ്യത്തിൻ്റെ കീഴിൽ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങിൽ ആശ്രയം വയ്ക്കുന്നു, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. കർത്താവെ, വേറൊന്നിലും ആശ്രയം വയ്ക്കുവാൻ ഞങ്ങൾക്കില്ല, നിന്നിൽ മാത്രമാണ്. ആ ഒരു വലിയ ബോധ്യത്തോടെ, ആ ഒരു വലിയ വിശ്വാസത്തോടെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയം വയ്ക്കുന്നു. കർത്താവെ, നീ വിശുദ്ധ ഫൗസ്റ്റിനായിലൂടെ വെളിപ്പെടുത്തിയ കാര്യമാണ്. കർത്താവ്, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നവരെ അങ്ങൊരിക്കലും തള്ളിക്കളയത്തില്ല. അങ്ങയുടെ കരുണയിൽ ആശ്രയിക്കുന്നവരെ ഞാൻ ഒരിക്കലും തള്ളിക്കളയത്തില്ല എന്നുള്ള വലിയ വെളിപ്പെടുത്തൽ കർത്താവെ അങ്ങ് വിശുദ്ധ ഫൗസ്റ്റിനായിലൂടെ നൽകി. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലും വചനത്തിലും ഞങ്ങൾ കണ്ടുമുട്ടുന്നത് കാര്യം ഇത് തന്നെയാണ്. അങ്ങിൽ ആശ്രയം വയ്ക്കുന്നവരുടെ ജീവിതങ്ങൾ വളരെ മനോഹരമാവും, സമൃദ്ധിയുള്ളതാണ്. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളുടെ ജീവിതത്തിൽ നിറയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞങ്ങൾ അങ്ങിൽ ശരണപ്പെട്ടുകൊണ്ട് ഭക്തിയോടെ കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങാം. താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കർത്താവ്, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,